ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ടൂത്ത് പേസ്റ്റിൻ്റെ ട്യൂബൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഇത് വെച്ചൊരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ രണ്ട് സൈഡുകളും കട്ട് ചെയ്ത് മാറ്റാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം കേട്ടോ. രണ്ട് എൻഡുകളും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ ഈ എൻ്റെ ആവശ്യമില്ല, നമുക്ക് ഓപ്പൺ ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് എൻഡും കട്ട് ചെയ്തതിന് ശേഷം അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള പേസ്റ്റൊക്കെ ഇല്ലേ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കളഞ്ഞ് എടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, അപ്പോൾ പഴയ പേസ്റ്റുകളൊന്നും ഇനി ആരും കളയണ്ട കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ക്ലീൻ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഓരോ ട്യൂബിനെയും രണ്ട് പീസാക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡ് ഇതേപോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ലെങ്ത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താഴെ കുറച്ച് ഭാഗം നമ്മൾ കട്ടാവാതെ നോക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാം ഈക്വൽ സൈസിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പീസ് ഫുള്ളായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ജസ്റ്റ് ഒട്ടിക്കുക, റോൾ ചെയ്യുക. അതിനുശേഷം വീണ്ടും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക, റോൾ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം ഒന്നുകൂടെ ഒന്നിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് വിരിഞ്ഞ് വരും കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റായി ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട കൂട്ടുകാരെ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ചെയ്തെടുത്തത്. കുറേ എണ്ണം ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ പുറത്ത് വരുന്ന കളർ ഉള്ളിൽ ആകുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗി കേട്ടോ. പല കളേഴ്സിലും ചെയ്തെടുത്തിട്ട് ഒന്നുകൂടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതിനുശേഷം ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ നമ്മൾ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിനും അതേപോലെ ഇങ്ങനെ സ്റ്റിക്ക് ഒട്ടിച്ച് കൊടുക്കുക. കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഉള്ളിലോട്ട് കയറ്റുന്നുണ്ടെങ്കിലും നമ്മൾ സ്റ്റിക്കും കൂടെ ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടെ നന്നായിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആദ്യമേ അത് റോൾ ചെയ്യുന്ന സമയത്ത് തന്നെ സ്റ്റിക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ആദ്യമേ വെച്ചിട്ട് ഇത് റോൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഫ്ലോറൽ ടേപ്പ് എടുത്തിട്ടുണ്ട്, ഗ്രീൻ കളർ. അതെടുത്തിട്ട് നമ്മളത് ഒട്ടിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ കുറച്ചൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് സ്റ്റിക്ക് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം പിന്നെ ഗ്ലൂവിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഒരു ടേപ്പ് ആകുമ്പോൾ കേട്ടോ. ഗ്രീൻ കളർ ടേപ്പ് ഇല്ലെങ്കിൽ ഗ്രീൻ കളർ ഒരു പേപ്പർ എടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് ടേപ്പ് ഉണ്ടാക്കുന്നതും ഹോം മെയ്ഡ് ഗ്രീൻ കളർ പേപ്പർ ഉണ്ടാക്കുന്നതൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാതും കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല രസത്തിലേക്കാണ് ഇതേപോലെ ഉണ്ടാക്കി നമ്മൾ ഫ്ലവർ വേസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചാൽ മതി കേട്ടോ. അപ്പം ഇതിൻ്റെ കളറ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.